ശ്രീനുമായിട്ട് ഒത്തിരി ഓർമ്മകൾ നമുക്കുണ്ട്. നമ്മുടെ സിനിമയ്ക്കകത്ത് തന്നെ ഞങ്ങൾ ചിലവഴിച്ച സായാഹ്നങ്ങൾ ഇഷ്ടംപോലെ. ഞാൻ, ശ്രീനി, പ്രിയൻ, ലാല്, ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഇഷ്ടംപോലെ സമയങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ട് ശ്രീനിയുടെ സന്ദേശം എന്ന് പറയുന്നത് ശരിക്കും നമ്മളെടുത്തു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടാവുന്ന അപജയങ്ങളൊക്കെ അതിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം അതിൽ കൂടെ കാണിക്കുന്നത്. അത് ഇന്നും അത് വളരെ പ്രസക്തമായ രീതിയിൽ അതെ എത്രയോ അതുപോലെ അങ്ങനെ ഇഷ്ടംപോലെ കഥാപാത്രങ്ങൾ ശ്രീനിയുടെ വിരൽത്തുമ്പിൽ നിന്ന് വെളി വന്നിട്ടുണ്ട്. എനിക്കിപ്പോഴും അറിയാം, നമ്മുടെ ഈ വെള്ളാനകളുടെ നാട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രീനി ഇവിടുന്ന് സ്ക്രിപ്റ്റ് ഫാക്സ് ചെയ്താണ് കൊടുക്കുന്നത്. രാവിലെ പ്രിയം വിളിച്ച് പറയും, അപ്പോൾ ശ്രീനി ഒരു സ്ഥലത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, വേറൊരു പടത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സത്യനന്ദിക്കാരൻ്റെ ഒരു പടമാണ്. അപ്പം അതിൻ്റെ ഷൂട്ടിംഗ് രാവിലെ ആകുമ്പോഴത്തേക്ക് രാവിലെ അതിൻ്റെ സ്ക്രിപ്റ്റ് ഫാക്സ് ചെയ്താണ് കൊടുക്കുന്നത് എഴുതിയിട്ട്. അപ്പോൾ അവിടുന്ന് പ്രിയനത് കണ്ടിട്ട് കുറേ ചീത്ത വിളിക്കും, പിന്നെ അത് തിരിച്ച് രണ്ടാമത് തിരുത്തി അയക്കും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ശ്രീനി ഒരിക്കലും ഒരു സ്ക്രിപ്റ്റ് ഒരു ഫുള്ളായിട്ട് ശ്രീനി എഴുതിയ ചരിത്രം